ഫിഫ 2026 റൗണ്ട് 32 അല്ലെങ്കിൽ നോക്കൌട്ട് റൗണ്ടിൽ ആദ്യം നടന്ന മത്സരം ദക്ഷിണാഫ്രിക്ക കാനഡയാണ്. അവസാന നിമിഷം വരെ പിടിച്ചു നിന്ന ദക്ഷിണാഫ്രിക്കയെ കാനഡ ഒരു ഗോൾ അടിച്ച് ഈ ടൂർണമെന്റിൽ തന്നെ പുറത്താക്കി. ജയം ആരുടെ ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഭാഗ്യം ആരുടെ ഭാഗത്താണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. ഗോൾ പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരല്പം ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഷോട്ടിന്റെ കൂടെ ഒരു ഭാഗ്യത്തിന്റെ ഒരു കണിക കൂടി അയച്ചാൽ മാത്രമേ ഗോളായി മാറുള്ളൂ എന്ന നഗ്ന സത്യം വെളിപ്പെട്ട മത്സരമാണ് ദക്ഷിണാഫ്രിക്ക കാനഡ. സ്കോർ പരിശോധിച്ചാൽ കാണുന്ന 1-0 എന്നുള്ളത് ആയിരുന്നില്ല യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടിയിരുന്നത്. അങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഭാഗ്യവശാൽ സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പൊ ആർക്കാണ് ഭാഗ്യം, ആർക്കാണ് നിർഭാഗ്യം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്നലെ രാത്രി 10:30 നടന്ന മത്സരത്തില് വമ്പന്മാരായ ബ്രസീലും അതുപോലെ തന്നെ ജപ്പാനും ആദ്യമേ തന്നെ, അതായത് ഒന്നാം പകുതിയിൽ തന്നെ നേടിയ ഒരു ഗോളിന്റെ മുൻതൂക്കം അല്ലെങ്കിൽ ഒരു ഗോളിന്റെ ലീഡ് അവസാനം വരെ കാത്തു സൂക്ഷിക്കാനായിട്ട് ജപ്പാൻ ശ്രമിച്ചു. ജപ്പാന്റെ ചടുലതയും അതുപോലെ തന്നെ വേഗതയും കൃത്യതയും ഒക്കെ ജപ്പാൻ വളരെയേറെ സഹായിച്ചു. എങ്കിലും മത്സരത്തിൽ വിജയിച്ചത് തിരിച്ച് 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ബ്രസീൽ എന്ന വൻ ശക്തിയാണ്. ബ്രസീലിൽ ഒരാൾ മാത്രമല്ല, എല്ലാവരും തന്നെ സൂപ്പർ സ്റ്റാറുകളാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ മത്സരം. ബ്രസീൽ എന്തുകൊണ്ടും വിജയം അർഹിച്ചതാണ്. എങ്കിലും ജപ്പാൻ പിടിച്ചു നിന്നു. അവരുടെ അവസാന ശ്വാസം വരെ അവർ പരിധി എന്നുകൂടി പറയാം. ഏതായാലും ഏഷ്യൻ ശക്തികളായ ജപ്പാന് അഭിമാനിക്കാം. അത് പോരാട്ടം തന്നെയായിരുന്നു. പോരാട്ടത്തിൽ കീഴടങ്ങി എന്നുള്ളത് ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ അതിനുശേഷം നടന്ന 2 മത്സരങ്ങൾ, ആ 2 മത്സരങ്ങളിലോ ജർമ്മനിയും അതുപോലെ തന്നെ നെതർലാൻഡ്സും, ഈ 2 ടീമുകളും സൂപ്പർ 8 അല്ലെങ്കിൽ സെമിയിൽ വരെയൊക്കെ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഒരുപക്ഷെ ഫൈനലിൽ കളിച്ചേക്കാം എന്ന് കരുതിയ ഒരു പ്രവചനത്തിന്റെ ടിക്സിന്റെ ശാസ്ത്രജ്ഞൻ അദ്ദേഹം പ്രവചിച്ചത് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് 2026 ഫിഫ വേൾഡ് കപ്പ് നെതർലാൻഡ്സിനായിരിക്കും എന്നാണ്. പക്ഷേ റൗണ്ട് 16 കാണാതെ റൗണ്ട് 32 ഔട്ടാവുന്ന ഒരു കാഴ്ച നെതർലാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ച നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ജർമ്മനി, ഇവർ രണ്ടും പരാജയപ്പെട്ടത് വൻ ടീമുകളോടൊന്നുമല്ല. ജർമ്മനിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഈ ഷൂട്ടൗട്ടിൽ പുറത്തായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണെന്ന് വേണം പറയാം. 1988 കണ്ട് ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിനുശേഷം കൃത്യമായ ഷോട്ടുകൾ എതിർക്കുന്നതിൽ ജർമ്മൻ പടയാളികൾ അല്ലെങ്കിൽ ജർമ്മൻ കളിക്കാർ എന്നും മികവ് പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന് അവർക്ക് തൊട്ടതെല്ലാം പിഴച്ചു എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മടങ്ങുന്ന ജർമ്മൻ പടയെ നമുക്ക് കാണേണ്ടി വന്നു. അതിനൊപ്പം തന്നെ ഓറഞ്ച് പട അല്ലെ, മാർക്കോ വാൻ ബാസ്റ്റിന്റെയും റോഡ് ഗുള്ളിറ്റിന്റെയും റിജിക്കാർഡിന്റെയും ഒക്കെ ആ ഓർമ്മയുണർത്തുന്ന ആ ഓറഞ്ച് പടയും അതുപോലെ തന്നെ തലതല്ലി കരഞ്ഞുകൊണ്ട് ഗ്രൗണ്ട് വിട്ടു പോകുന്ന കാഴ്ച അതിദയനീയമായി. ഇതും സംഭവിച്ചത് എക്സ്ട്രാ ടൈമിന് ശേഷം വന്ന ടൈ ബ്രേക്കർ അഥവാ ഷൂട്ടൗട്ട്, പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നിന്നാണ്. അപ്പം ഷൂട്ടൗട്ടിന്റെ കൃത്യത പാലിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ 2 ടീമുകളുടെയും തോൽവിയിലേക്ക് വഴിവെച്ചത്. അപ്പോൾ മത്സരത്തിൽ നന്നായി കളിക്കുക എന്നുള്ളത് മാത്രമല്ല, ഭാഗ്യവും കയ്യിലുണ്ടാവുക എന്നുള്ളതാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ മത്സരം, ഇന്ന് രാത്രി നോർവേ കോട്ട് ഡി വാറിനെ നേരിടുമ്പോൾ നോർവേയുടെ ഹാളണ്ട് മികച്ച, ലോകം കണ്ടിട്ടുള്ള മികച്ച കളിക്കാരിൽ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർവേ ഇന്ന് ജയിക്കും, നോർവേക്കാണ് മേൽക്കൈ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫ്രാൻസ് സ്വീഡൻ മത്സരം, സ്വീഡൻ ഇതുവരെയുള്ള കളികൾ പരിശോധിച്ചാൽ മികച്ച കളി പുറത്തെടുക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ ഒരിക്കലും സ്വീഡൻ സെമിയിലെ അപ്പുറത്തേക്ക് ഒന്നതായിട്ടുള്ള ഒരു ചരിത്രം ഇല്ല. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ അവരുടെ കളി ആദ്യം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ഫിനിഷിങ്ങിന്റെ പിഴവ് അല്ലെങ്കിൽ ഫിനിഷിങ്ങിന്റെ കുറവ് പലയിടത്തും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മികച്ച ഫിനിഷർമാർ, ക്ലിനിക്കൽ ഫിനിഷർ ആയിട്ടുള്ള, ലോകത്തെ ഏറ്റവും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്ലിനിക്കൽ ഫിനിഷർ ആയിട്ടുള്ളത് എംബാപ്പയാണ്. ആ എംബാപ്പയെ പിടിച്ചു നിർത്തുക എന്നുള്ളത് സ്വീഡനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഒരു 3 ഗോളെങ്കിലും ഇന്ന് ഫ്രാൻസ് സ്കോർ ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നാളെ രാവിലെ 6 മണിക്ക് മെക്സിക്കോ ഇക്വഡോറിനെ നേടുന്നത് ബലാബലാണ്, തുല്യ ശക്തികളാണ്. എവിടെ ആര് ജയിക്കും പറയാൻ പറ്റില്ല. ഇത് എക്സ്ട്രാ ടൈമും കടന്ന് പെനാൽറ്റി ടൈ ബ്രേക്കറും കടന്ന് ഒരുപക്ഷെ സഡൻ ഡെത്തിലേക്കും പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഈ 2 ടീമിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗാലറിയുടെ 2 ഭാഗത്തും ആളുകൾ ഇരമ്പി ആർക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ഇക്വഡോറും അതുപോലെ തന്നെ മെക്സിക്കോയും നല്ല കാണികളുടെ പിന്തുണയുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം കടുത്തതായിരിക്കും. പിന്നെ രാവിലെ 9:30 ഇംഗ്ലണ്ട് കിൻഷാസിയെ നേരിടുകയാണ്. അപ്പൊ ഇംഗ്ലണ്ട് നമ്മൾ കരുതിയതുപോലെ പടക്കുതിര ആയിട്ടുള്ള ഹാരി കെയ്ൻ ഉണ്ടെങ്കിൽ 40ാമത്തെ വയസ്സിലാണ് ഹാരി കെയ്ൻ കളിക്കുന്നത്.
40 വയസ്സിൽ ഒരാൾക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പേര്, ഒരു വ്യക്തിത്വം ഹാരി കെയിന്റെയാണ്. അദ്ദേഹം പറന്ന് കളിക്കുന്ന ഒരാളാണെങ്കിലും കഴിഞ്ഞ ഒരു കളിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അത്ര മെച്ചമായിരുന്നില്ല. അതുകൊണ്ട് കിൻഷാസ എത്രമാത്രം അവരുടെ കൃത്യത പുലർത്തും എന്നുള്ളതാണ് ആ മത്സരത്തിന്റെ വിധിയെ നിർണ്ണയിക്കുക. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. 4 മത്സരങ്ങളിലേക്കും നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ഫിഫ വേൾഡ് കപ്പ് പുരോഗമിക്കുകയാണ്.